ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, ഇന്നത്തെ കഥ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും. അതെ, ഈ ഒരു കഥയിൽ എല്ലാം ഉണ്ട്. സാഹസിക യാത്രയാണ്, അഡ്വഞ്ചർ ആയിട്ടുള്ള വളരെയധികം ദുർഘടമായിട്ടുള്ള ഒരു വഴിയിലൂടെയുള്ള സാഹസികമായിട്ടുള്ള യാത്ര. ആ യാത്രയുടെ അവസാനം, ആ യാത്രയുടെ ഇടയിലായിട്ട് വരുന്ന ഓരോ ഇമോഷൻസ്, എന്റെ പൊന്ന് മച്ചാമാരെ, വിഷ്വൽ കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാനും പറ്റും. അതുപോലെ തന്നെ ഗംഭീര കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ ടച്ച് ചെയ്ത് കളയും. അവസാനം കരഞ്ഞിരിക്കും നിങ്ങൾ. അതുപോലെ ഈ ഒരു കഥ കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി. 1925 ഇത് നടന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ടോഗോ എന്ന ഒരു ഹീറോയിക് ആയിട്ടുള്ള അനിമൽ, ഒരു പട്ടി, അതുപോലെ തന്നെ എന്റെ യജമാനായിട്ടുള്ള സെപ്ല, ഇവരുടെ കഥയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. എന്തൊരു ഗംഭീര സിനിമയാണോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചില സിനിമകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള റേറ്റിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. പറഞ്ഞിട്ടും മതിയാവുന്നില്ല, അത്ര ഇഷ്ടമായി എനിക്ക് ഈ സിനിമ. ഞാൻ എന്തിനാ അറിയോ ഇത്രയൊക്കെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു കഥ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാനാ. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്രക്കും നല്ലൊരു ഫീലാണ്. സോ എന്തായാലും നമ്മൾ ഈ കഥയിലേക്ക് പോവാണ്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ കഥാനായകനായിട്ടുള്ള സെപ്ല അയാളുടെ നായ്ക്കളുമായിട്ട് ആ ഒരു മഞ്ഞപർവ്വതത്തിന്റെ അരികിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. അതുപോലെ അയാളുടെ ആ ഒരു വാഹനം വലിച്ചുകൊണ്ടിരിക്കുന്ന നായ്ക്കളിൽ തന്നെ ഏറ്റവും മുന്നിലുള്ള ആളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ടോഗോ. എന്തായാലും രണ്ടുപേരും അതിവേഗത്തിൽ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ മുന്നിൽ പോകുന്ന നായായിട്ടുള്ള ടോഗോ, അതുപോലെ തന്നെ നമ്മുടെ സെപ്ല, രണ്ടുപേരും പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അതായത് അതികഠിനമായിട്ടുള്ള ശൈത്യം തന്നെയാണ് വരാനിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു കൊടും കാറ്റ് ഇവർ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം സെപ്ല തന്റെ നായ്ക്കളുമായിട്ട് അയാളുടെ ഗ്രാമമായിട്ടുള്ള നോമിലേക്ക് എത്തുകയാണ്. എന്നാൽ നോമിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് അവിടെയും നിറയെ മഞ്ഞായിരുന്നു. ഇപ്പൊ സെപ്ല അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെ അവിടെ വെച്ച് കാണാണ്. ഇയാളാണെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്താ കാര്യം ചോദിച്ചപ്പോ നമ്മുടെ നാട്ടിലാകെ ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് എല്ലാവരും ആ ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഒരു സെപ്ലയും ചെല്ലുകയാണ് കേട്ടോ. നോക്കുമ്പോൾ മേയർ, അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, എല്ലാവരും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലെ ഈ ഒരു ഡിഫ്തീരിയ ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം മരണം ഉറപ്പാണ്. എന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനെതിരായിട്ടുള്ള ഒരു വാക്സിൻ ഇപ്പൊ നിലവിൽ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലില്ല. ഇവിടെ നിന്നും 600 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടുള്ള ആ ഒരു ഗ്രാമത്തിന്റെ പേര് പറഞ്ഞ് അവിടെയാണ് ഉള്ളത് എന്ന് ഈ ഒരു ഡോക്ടർ പറയാണ്. പക്ഷെ ഒരു രീതിയിലും ഈ ഒരു സമയത്ത് ട്രെയിനിലാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. റെയിൽപാളൊക്കെ ആകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററോ പ്ലെയിനോ എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കിയാൽ ഈ ഒരു വെതറിൽ അവർക്കൊന്നും ആർക്കും വരാൻ തന്നെ പേടിയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ആകെയുള്ള രക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഷേസ് ആണ്. മുഷേസ് എന്ന് വെച്ചാൽ ഈ നായ്ക്കളെ കൊണ്ട് കുതിരവണ്ടി പോലെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വാഹനം ഉണ്ടല്ലോ, ആ ഒരു വാഹനത്തിന്റെ പേര് ഡോഗ് സ്ലെഡ് എന്നാട്ടോ. അതൊന്ന് ഓർത്തു വെക്കണേ. അതായത് ഡോഗ് സ്ലെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു പലക പോലെ, ഒരു ചെയർ പോലെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഒരുപാട് നായ്ക്കൾ ഇതിനെ ഐസിലൂടെ വലിച്ചു കൊണ്ടുപോകും. ഇതിനെയാണ് ഡോഗ് സ്ലെഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് മുഷേസ്. അപ്പൊ ഒരു രീതിയും പോസിബിൾ അല്ല, ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. മുഷേസ് ആരെങ്കിലും പോയിട്ട് 600 കിലോമീറ്റർ താണ്ടിയിട്ട് ആ ഒരു മരുന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. ഇപ്പൊ അധികാരികൾ, മേയർ, എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന മുഷേസിനെ നോക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുഷേസും കൂടെ ഒരാളെ മാത്രം നോക്കുകയാണ്, നമ്മുടെ ഈ ഒരു സെപ്ലയെ. കാരണം മുഷേസിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായുള്ള, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് ഈ ഒരു സെപ്ല. അപ്പൊ മേയർ ചോദിക്കുന്ന, സെപ്ല നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ സെപ്ല പറയാണ്, എന്റെ പൊന്നു സാറേ, കാലാവസ്ഥ ഭയങ്കര മോശമാണ്. അതെങ്ങനെയാണ് നിനക്ക് ഉറപ്പിക്കാൻ പറ്റുക? കാലാവസ്ഥ അങ്ങനെ വന്നിട്ടൊന്നുമില്ലല്ലോ. ഇതേ സമയത്തിന് സെപ്ല പറയാണ്, ഇന്ന് വരെ 12 വയസ്സായി എന്റെ ഈ നായക്ക്, അവനൊരു കാറ്റ് കണ്ടിട്ട് ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ ഉള്ളിലേക്ക് പോവല്ലാതെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. എന്റെ നായായിട്ടുള്ള ടോഗോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ ഇനി അങ്ങോട്ടേക്ക് വളരെ മോശമായിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഒരു മിഷൻ ഞാൻ ഏറ്റെടുക്കുന്നില്ല. കാരണം ഇത് ആത്മഹത്യക്ക് തുല്യാണ്. എന്റെ വീട്ടിൽ എനിക്കൊരു ഭാര്യയും കൂടെ ഉണ്ട്, അവളെ തനിച്ചാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഇപ്പോ സെപ്ല പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ആകെ നിരാശയിലാണ്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സെപ്ലയോട് ചെയ്യാൻ പറയുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കാലാവസ്ഥ, ആ ഒരു ക്ലൈമറ്റിലൂടെ 600 കിലോമീറ്റർ ഈ നായകളുമായിട്ട് പോണം. ചില്ലറ കാര്യാന്നാ. എന്തായാലും സെപ്ല പുറത്തേക്ക് വന്ന സമയത്ത് വേഗം അങ്ങോട്ടേക്ക് ഒരു ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ പറയണ, എന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ വരെ ഒന്ന് ആക്കി തരണം എന്ന് പറയണം. അങ്ങനെ ഈ ഒരു ഡോക്ടറെ ഹോസ്പിറ്റലിൽ ആക്കാനായിട്ട് സെപ്ല അങ്ങോട്ടേക്ക് പോയി കേട്ടോ. തിരിച്ചു പോകാൻ നേരത്ത് ആശുപത്രിയുടെ ഉള്ളിൽ വെച്ച് വല്ലാത്തൊരു കരച്ചില്. ഇത് കേട്ട് സെപ്ല ചെന്ന് നോക്കുമ്പോൾ ഇതേ ഡിഫ്തീരിയ ബാധിച്ചുകൊണ്ട് ഒരുപാട് പിള്ളേരായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അവരുടെ ആ ഒരു കരച്ചിലും നിലവിളിയും എല്ലാം കൂടി ആയപ്പോൾ സെപ്ലക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അന്നേ ദിവസം വീട്ടിലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോഗ് സ്ലെഡ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ചെയിനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഈ ഒരു സെപ്ലയുടെ വൈഫ് ഉണ്ടല്ലോ,
അന്ന ചോദിക്കാണ്, അല്ല നിങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചോ? ഇപ്പൊ സെപ്ല പറയണ, ഇല്ല ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്നാൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ സെപ്ലയ്ക്ക് സഹിക്കാനും കഴിയുന്നില്ല. രാത്രി ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ ഞാൻ ഇന്ന് ആശുപത്രിയിലേക്ക് പോയടി, ആ കുട്ടികളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാ, ഞാൻ ഈ ഒരു മിഷൻ അങ്ങ് ഏറ്റെടുത്താലോ? ഇപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്നൊന്നും അന്ന പറയുന്നില്ല, കാരണം അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മിഷനാണിത്. എന്നാൽ അന്ന ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ പോവുകയാണെങ്കിൽ ടോഗോയെ കൂടെ കൊണ്ടുപോകണ്ട കേട്ടോ. അവന് നല്ല പ്രായമായിട്ടുണ്ട്, 12 വയസ്സായി അവന്. നായ്ക്കളുടെ കാര്യത്തിൽ 12 വയസ്സെന്ന് വെച്ചാൽ കുറച്ച് ഓവറാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ട സമയത്ത് നമ്മുടെ സെപ്ലയ്ക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അന്ന നീ എന്താ ഈ പറയുന്നത്? ടോഗോ ഇല്ലാതെ ഞാനൊരു യാത്രക്കായിട്ട് ഇറങ്ങണമെന്നോ? ഒരിക്കലുമില്ല, കാരണം അവനും ഞാനുമാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാനിനി അഥവാ പോകുമെന്നാണ് തീരുമാനിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ സാരഥിയായിട്ട് എന്റെ മുന്നിൽ ടോഗോ ഉണ്ടാവുമെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ മേയർ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരുടെ വാതിൽ തട്ടി. അതുപോലെ തന്നെ നമ്മുടെ സെപ്ല ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ മേയർ കാര്യം പറയാണ്, എടോ ഒരു രക്ഷയില്ല, വാഹനങ്ങളായാലും അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ വഴിയും എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കി, പക്ഷെ ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അത്രയും മോശം ക്ലൈമറ്റ് ആണ്, എന്താ ചെയ്യാ, പിള്ളേരൊക്കെ ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ കണ്ണും പൊട്ടി നമ്മുടെ സെപ്ല ഓക്കെ എന്ന് പറയാണ്, ഞാൻ തന്നെ ആ ഒരു മിഷൻ ഏറ്റെടുത്തോളാം എന്ന് പറയാണ്. എന്തായാലും മേയർ പോയി കഴിഞ്ഞു. ഇപ്പൊ സെപ്ല നേരെ ടോഗോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ തലോടിക്കൊണ്ട് പറയണ, ഡാ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു വലിയ യാത്രക്ക് ഒരുങ്ങാണ്, നിസാരമായ യാത്രയല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ നന്നായിട്ട് തന്നെ കേൾക്കണേ. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി ടോഗോയുമായിട്ട് സെപ്ല നേരെ ആ ഒരു യാത്രക്ക് ഒരുങ്ങാണ് കേട്ടോ. ടോഗോ മാത്രമല്ല വേറെയും കുറച്ചധികം നായ്ക്കളുണ്ട്. ഇവരെ നയിക്കുന്നത് നമ്മുടെ ടോഗോ ആയിരിക്കും. ഇപ്പൊ ഈ സെപ്ലയുടെ ഭാര്യയായിട്ടുള്ള അന്നയുണ്ടല്ലോ, അന്ന വന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള കാറ്റാണ്. അതായത് ഈ മണൽക്കാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മഞ്ഞിന്റെ കാറ്റാണ്. അത് കണ്ട് അന്നയുടെ ഉള്ളിൽ വല്ലാത്ത ഭയമുണ്ട്. ഈ സമയത്ത് സെപ്ല പറയാണ്, ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള മഞ്ഞുകാറ്റിനിടയിലൂടെ നമ്മൾ പോയിട്ടില്ലേ, പിന്നെന്താ, ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയാണ്. എന്തായാലും ഇതിനുശേഷം അന്നയുണ്ടല്ലോ നമ്മുടെ ടോഗോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ തലയിൽ ഇറക്കി പിടിച്ചിട്ട് പറയാണ്, ഡാ എന്റെ കെട്ടിയോനെ മര്യാദക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിക്കണേ, അതുപോലെ തന്നെ നീയും പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തണം, പോകുന്ന വഴിയിലൊന്നും പറ്റിയേക്കരുതടാ. അങ്ങനെ അവരെ യാത്രയാക്കുകയാണ് അന്ന കേട്ടോ. അവര് പോകുന്നത് വരെ അന്നെ പിടിച്ചു തന്നു. പോയി കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിനുള്ളിൽ കയറിയിട്ട് അവള് കരയാൻ തുടങ്ങുകയാണ്. കാരണം ഇനിയിപ്പോ പോയ ഭർത്താവായിട്ടുള്ള സെപ്ല തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. എന്തായാലും സെപ്ല ഇപ്പോ അദ്ദേഹത്തിന്റെ നായ്ക്കളുമായിട്ട് നേരെ ആ ഒരു യാത്രക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ടൗണിലൂടെ പോകുന്ന സമയത്ത് എല്ലാ ആൾക്കാരും സെപ്ലയും അതുപോലെ തന്നെ ടോഗോയുടെയും പേര് വിളിച്ച് അവരെ വല്ലാതെ എൻകറേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും പതിയെ പതിയെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകണം. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ മാറിയിട്ട് കുറച്ച് കഠിനമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇവരെത്തുകയാണ്. ശക്തമായിട്ടുള്ള കാറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ട് ബാക്കിയുള്ള നായ്ക്കളൊക്കെ ഒന്ന് പിന്മാറി നിൽക്കുകയാണെങ്കിലും ഇവറ്റകളെല്ലാവരും ഭയങ്കര ഫോഴ്സിൽ മുന്നോട്ടേക്ക് ഒരുതം വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മറ്റാരാണ്, നമ്മുടെ ടോഗോ തന്നെ, സെപ്ലയുടെ സാരഥിയായിട്ടുള്ള ടോഗോ തന്നെ. അവന് അപാര ധൈര്യമാണ് കേട്ടോ. അവന്റെ ധൈര്യത്തിന്റെ ഒരു അംശം കിട്ടിയാൽ മതി നമുക്കൊക്കെ. എന്തായാലും ഇവിടെ വെച്ച് ചോദിച്ചു പോവാണ്, ആരാണ്ടാ ഇവൻ, ഈ ടോഗോ ആരാണ്? സോ ഇതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. അതായത് ഏകദേശം ഒരു 12 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഈ സെപ്ലയുടെ വീട്ടിൽ കാണിക്കാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അന്നയുണ്ടല്ലോ, അന്ന അവരുടെ ബെഡ്റൂമിലേക്കായിട്ട് ഒരു ചെറിയ നായെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞായിരിക്കുന്ന ടോഗോ തന്നെയാണ്. അപ്പോ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന സെപ്ല വന്ന് ചോദിക്കണം, അല്ല ബെഡ്റൂമിലേക്കൊക്കെ എന്തിനാ ഈ നായെ കയറ്റുന്നത്? ഭയങ്കര പാവം തോന്നി അന്ന പറയണം, നിങ്ങളൊന്ന് നോക്കി, ഇതിന്റെ കാല് ആകെ പൊട്ടിയിട്ട് ഡാമേജ് ആയി കിടക്കണം, ഇതിന് നടക്കാനൊന്നും പറ്റുന്നില്ല, ഈ ഒരു കാലാവസ്ഥ ഇതിന് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഇതേ സമയത്തിന് കുറച്ച് രൂക്ഷമായിട്ട് സെപ്ല സംസാരിക്കണം. അത് പിന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ ജീവികളെ തെരഞ്ഞെടുക്കും. അതിലിപ്പോ നമ്മൾ ദയാകാരുണ്യതൊക്കെ കാണിക്കാൻ നിന്നാൽ ഒരുപാട് ജീവികളെ നീ ഇതുപോലെ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് അതിന് മാറ്റിയേക്ക്, ബെഡിൽ അതിന് ഇരുത്തണ്ടെന്ന് കർശനമായിട്ട് തന്നെ ഇപ്പൊ സെപ്ല പറയാണ്. പിറ്റേ ദിവസം രാവിലെ ഈ സെപ്ലയാണെങ്കിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ കാലിന്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ ടോഗോ, കുഞ്ഞനായിട്ടുള്ള ടോഗോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ജോലി ചെയ്യാൻ നോക്കിയാലും ശല്യപ്പെടുത്തിക്കൊണ്ട് അവന്റെ കാലിന്റെ ചുവട്ടിൽ തന്നെയായിട്ട് ഈ ഒരു ടോഗോ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ട് ഇവൻ ഈ ടോഗോയെ ചീത്തയും പറയുന്നുണ്ട്. സോ ഇതെല്ലാം കാണുമ്പോൾ ഭാര്യയായിട്ടുള്ള അന്നയ്ക്ക് ഭയങ്കരമായിട്ട് തമാശയായിട്ട് തോന്നുകയാണ്, ചിരി വരികയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വെച്ച് അന്നൊരു കാര്യം പറയാണ്, എന്നാ പിന്നെ സെപ്ല നിനക്കൊരു കാര്യം ചെയ്തോടെ, ഈ ടോഗോയെ നിന്റെ ആ ഒരു നായ്ക്കളുടെ കൂട്ടത്തിൽ കെട്ടിവെച്ചോടെ, നിന്റെ ആ ഒരു സ്ലഡ് വലിക്കാനായിട്ട്. എന്ന സെപ്ല ഒരു കാര്യം പറയുന്നുണ്ട്, നടന്നത് തന്നെ ആരോഗ്യമില്ലാത്ത ദുർബലനായിട്ടുള്ള ഇവനെ തന്നെ ഞാൻ എന്റെ ആ ഒരു സ്ലഡിൽ കെട്ടിവെക്കണല്ലേ, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. എന്നാ പിന്നെ ഞാനിവനെ ഒരു വളർത്തുമൃഗമായിട്ട് എന്റെ കൂടെ തന്നെ കൊണ്ടു നടന്നോളാം എന്ന് അന്നെ പറയുമ്പോൾ, അതിനൊന്നും പറ്റില്ല, കാരണം ഈ നായ്ക്കൾ എന്ന് വെച്ചാൽ അവറ്റകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാളെയാണ്, അല്ലാതെ അതിനോട് ഒരുപാട് ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല. എന്തായാലും ഇവന്റെ കാര്യത്തിൽ നാളെ തന്നെ ഞാൻ ഒരു തീരുമാനമാക്കുന്നുണ്ട് പറയണം. പിറ്റേ ദിവസമായി ഇപ്പൊ ടോഗോയെ വാങ്ങാനായിട്ട് സെപ്ലയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടുകാരന് ചെറിയ വിലക്ക് തന്നെ ടോഗോയെ കൊടുക്കുകയാണ്. എന്നിട്ട് പൊടിയും തട്ടിയിട്ട് അവന്റെ ശല്യം തീർന്നല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ഈ ഒരു സെപ്ല അവന്റെ പണിക്കായിട്ട് പോവാണ് കേട്ടോ. എന്നാൽ കുറച്ച് കഴിഞ്ഞു സെപ്ലയുടെ കൂട്ടുകാരൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് അവനോട് പറയണം, ഇതുപോലെ ഒരു നശിച്ച നായ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഒരു രീതിയിലും ഇതിനെ പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സെപ്ല ഇതിനെ നീ തന്നെ വെച്ചു എന്ന് പറയണം. ഇപ്പൊ തൊട്ടടുത്തുണ്ടായിരുന്ന നമ്മുടെ സെപ്ലയുടെ ഭാര്യ അന്യണ്ടല്ലോ പൂരം ചിരിയിരിക്കുകയാണ്. എന്തായാലും സീൻ കട്ടായി, ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. നമ്മുടെ ടോഗോ, അവനാണ് ആ ഒരു ഡോഗ് സ്ലഡിന്റെ സാരഥി എന്ന് പറയുന്നത്. ഇത്രയും ശക്തമായ മഞ്ഞുണ്ടായിട്ടും ആ ഒരു കാലാവസ്ഥ അത്രയും തണുപ്പ് ഉണ്ടായിട്ട് വരെ ഇതിനിടയിലൂടെ എല്ലാം കറക്റ്റായിട്ട് വഴി കാണിച്ചുകൊണ്ട് ടോഗോ ഇവരെല്ലാവരെയും വലിച്ചു കൊണ്ടുപോകണം. അതായത് ടോഗോ ആണല്ലോ മുന്നിൽ, ഇവൻ മണം പിടിച്ചുകൊണ്ട് ഏത് ഡയറക്ഷനിലേക്കാണോ സെപ്ല പോകാൻ പറഞ്ഞത് ആ ഡയറക്ഷനിലേക്ക് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ന് ഒരു ഘട്ടെത്തിയ സമയത്ത് സെപ്ല ടോഗോയുടെ ഒരു
കാര്യം പറയണ മോനെ എളുപ്പമായിട്ടുള്ള വഴികളൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇനി ഡേഞ്ചർ ആയിട്ടുള്ള വഴികളാണ്. ആ പറഞ്ഞതുപോലെ തന്നെ വഴികളും ഡേഞ്ചറാണ്, ക്ലൈമറ്റും കുറച്ചധികം മോശമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവർക്ക് പോകേണ്ട ആ ഒരു ഡയറക്ഷനിൽ നിന്നും നല്ല മഞ്ഞുള്ളത് കൊണ്ട് തന്നെ ടോഗോയ്ക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. നേരെ പോകുന്നത് വലിയൊരു കൊക്കയുടെ അരികിലേക്കാണ്. ഈ പോകുന്ന സ്പീഡിൽ പെട്ടെന്ന് നിർത്തിയാലും വണ്ടി എന്തായാലും നിൽക്കാൻ പോകുന്നില്ല, അതിങ്ങനെ പതിയെ 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 പോയല്ലേ നിൽക്കുള്ളൂ. എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെ സെപ്ല കാണുന്നുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയ കുഴിയാണ്. പരമാവധി തന്നെ നമ്മുടെ ടോഗോ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനും നോക്കുകയാണ്. ബേക്കിൽ ഒരുപാട് നായ്ക്കൾ വേറെ ഉണ്ടല്ലോ. സെപ്ലയാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധമുണ്ട്, അത് വെച്ചിട്ട് ഈ മഞ്ഞിലേക്ക് ഒരൊറ്റ വെട്ടുകയാണ്. വെട്ട് മീൻസ് അത് അവിടെ കുത്തി പിടിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു കൊക്കയിലേക്ക് ഇവരെല്ലാവരും കൂടെ ചെന്നങ്ങോട്ട് വീണില്ല കേട്ടോ. ഇതിലങ്ങനെ തൂങ്ങി നിൽക്കാണ്. മാത്രമല്ല ടോഗോയെ നോക്കിയിട്ട് ഇപ്പൊ സെപ്ല പറയണ പരമാവധി വേഗത്തിൽ നീ മുന്നോട്ടേക്ക് പോവാന്ന്. അപ്പോ ടോഗോ അവന്റെ സകലമായ ശക്തി എടുത്തുകൊണ്ട് മുകളിലേക്ക് അങ്ങനെ വരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം അത്രയും നായ്ക്കളെയും ആ ഒരു വണ്ടിയും ഒരു വിധത്തിൽ അവൻ മുകളിലേക്ക് എത്തിച്ചു. എന്തായാലും സെപ്ല വന്നിട്ട് ടോഗോയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. ദാ നിന്റെ അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടാ, നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പോവാണ്. പോകുന്ന വഴിയിൽ ഈ റോഡ് ഹൗസുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാവും. അതായത് പോകുന്ന യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുള്ള ഒരു സെറ്റപ്പാണത്. അതുപോലെ ഒരു റോഡ് ഹൗസിലേക്ക് ടോഗോയും അവന്റെ നായ്ക്കളെയും കൂട്ടിയിട്ട് നമ്മുടെ സെപ്ല നേരെ കയറി ചെല്ലുകയാണ് കേട്ടോ. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മുത്തശ്ശിയാണെങ്കിൽ ടോഗോയെ മടിയിലിരുത്തുകയാണ്. അവന്റെ തലയിൽ അങ്ങനെ തലോടുന്നുണ്ട്. മാത്രമല്ല അവന്റെ മുറിവുകളിലൊക്കെ മരുന്നും വെച്ച് കെട്ടി കൊടുക്കുകയാണ്. ഈ ഒരു ശക്തമായിട്ടുള്ള മുറിവ് കാരണം തന്നെ ടോഗോ ചെറുതായിട്ടൊന്ന് അവശനായിട്ടുണ്ട് കേട്ടോ. ഈ സീനിന് ശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോഗോയുടെ ശല്യം ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റാതെ നമ്മുടെ സെപ്ല അവനൊരു മുറിയിലേക്ക് പൂട്ടിടാൻ വേണ്ടി കൊണ്ടുപോവാണ്. മുറിയല്ല, വേലി പോലെ തോന്നിക്കുന്ന ഒരു കൂടായിരുന്നു അത്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു വാതിൽ ശക്തമായിട്ട് അടച്ചിട്ടുണ്ട്, മുകളിലൂടെ ചാടി വരാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ചുറ്റുഭാഗമായിട്ട് കല്ലുകളും വെച്ചിട്ടുണ്ട്. ഇനി നീ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒന്ന് കാണണല്ലോ. ഇത് നമ്മുടെ ടോഗോയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് സെപ്ല പുറത്തേക്ക് പോകുന്നത് കേട്ടോ. എന്ന് ഇതേ സമയത്ത് തന്നെ, അതായത് ഈ സെപ്ല പോയി കഴിഞ്ഞപ്പോൾ ടോഗോ എങ്ങനെയെങ്കിലും ഇതിന്റെ പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ ആലോചിക്കുകയാണ്. ഓരോ ഭാഗത്തും ചെന്നത് തുറന്നിട്ട് പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ കരിങ്കല്ലുണ്ടാവും. സോ കുഴിക്കേണ്ട ആ ഒരു ചെറിയ മാളുണ്ടല്ലോ, അതിന്റെ ആ ഒരു നീളം കുറച്ചും കൂടെ കൂട്ടണമെന്ന് മനസ്സിലാക്കി നമ്മുടെ ടോഗോ മാളം കുറച്ചും കൂടെ വലുപ്പാക്കാണ്. പയ്യെ പയ്യെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോ ഇല്ലയോന്ന് അറിയില്ല. എന്തായാലും ഇതേ സമയത്ത് തന്നെ സെപ്ലയാണെങ്കിൽ അവന് ബാക്കിയുള്ള ആ ഒരു നായ്ക്കളുമായിട്ട് പറമ്പിലെ, അതായത് പാടത്തിലെ ഓരോ പണികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്, നമ്മുടെ ടോഗോ വരികയാണ്. നീ എങ്ങനെയാണ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? ഇയാൾക്കിപ്പോ ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. അതായത് ശക്തിയിൽ മാത്രമല്ല നമ്മുടെ ടോഗോ മുന്നിട്ട് നിൽക്കുന്നത്, അതായത് അത്യാവശ്യം വിവേകമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടാലന്റ് ഈ ഒരു ടോഗോയ്ക്ക് ഉണ്ട് കേട്ടോ. അത് അന്ന് തന്നെ ഈ ഒരു സിപ്ല മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ സിപ്ല കൊണ്ടുപോകുന്ന അവന്റെ ആ ഒരു ഡോഗുകളുണ്ടല്ലോ, അത് ആ ഒരു ഡോഗ് സ്ലെഡ്, അതിൽ ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു. ഇവറ്റകളുടെ ഇടയിലൂടെ തന്നെ നമ്മുടെ ടോഗോ അങ്ങനെ പോകാണ് കേട്ടോ. ഇവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യണം. മാത്രമല്ല അവിടെ നമ്മുടെ ഒരു സെപ്ല നോക്കി വെച്ചൊരു മാൻകൂട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ വേണം അതിന്റെ അടുത്തേക്ക് പോകാനായിട്ട്. ഇപ്പൊ ടോഗോ ആണെങ്കിലോ അങ്ങനെ ഒരു കൂട്ടം കണ്ട അവന്മാരെ വെറുതെ വിടുവോ, അവൻ ഓടി പോവാണ്. ഇപ്പൊ സെപ്ല വെറുതെ പോവല്ലേ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ടോഗോ അങ്ങോട്ടേക്ക് ഓടി. മാത്രമല്ല അതിന്റെ പിന്നാലെ ബാക്കിയുള്ള നായ്ക്കൾ ഓടി ചെല്ലുകയാണ്. ഉള്ളത് പറയാലോ, ഒരൊറ്റ മാനിനെ പോലും കിട്ടിയില്ല. മാന് മുഴുവൻ രക്ഷപ്പെടുകയാണ്. പകരം ഉണ്ടല്ലോ നമ്മുടെ ടോഗോ എല്ലാത്തിനെയും കൂടെ വലിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. ഇത്രയും കാര്യം കൂടെ ആയ സമയത്ത് ഈ സെപ്ലക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇമാതിരി ഒരു അറാത്തലിനെ ഇനിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ടുപോയിട്ട് ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു മുറിയിൽ പൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഷെഡ് കാണാണ്. അതിന്റെ ഉള്ളിലേക്ക് ഈ ടോഗോയെ സെപ്ല കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. ഇനി ഇവൻ എങ്ങനെ പുറത്തേക്ക് കടക്കും, അതെനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് വാതിലും പൂട്ടി സെപ്ല അവിടുന്ന് പോകണേ. എന്നാൽ സെപ്ല പോയി കഴിഞ്ഞപ്പോൾ ഈ ഷെഡിന്റെ ഉള്ളിൽ നമ്മുടെ ടോഗോയ്ക്ക് തീരെ ഒരു ഇരിപ്പ് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഏതെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നോക്കുകയാണ് പുറത്തേക്ക് കടക്കാനായിട്ട്. നോക്കുമ്പോൾ ഒരു പൈപ്പ് ലൈൻ മുകളിലൂടെ പോകുന്നുണ്ട്. അതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പും കാണുന്നുണ്ട്. അവനിപ്പോ അവിടെയും ഇവിടെയൊക്കെ ചവിട്ടി ചവിട്ടി അവസാനം ആ ഒരു പൈപ്പിന്റെ മുകളിലൂടെ പോയിട്ട് ആ ഒരു ചെറിയ ഹോളിലൂടെ ആദ്യം തല പുറത്തേക്ക് ഇടുകയാണ്. പിന്നെ ഒരുവിധം ഒരു കാല് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ ആ ഒരു ചെറിയ ഹോളിലൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇത് പാര് കാണുന്നുണ്ട്, അന്ന കാണുകയാണ്. അന്ന ചിരിച്ചോട്ട് പറയണ, ആടാ ചെല്ല് ചെല്ല്, അയാളുടെ അടുത്തേക്ക് തന്നെ ചെല്ല്. എന്നിട്ട് അയാളെ പരമാവധി ഉപദ്രവിച്ചു വന്ന് തമാശക്ക് ചിരിച്ചുകൊണ്ട് പറയാണ്. എന്തായാലും പുറത്തിറങ്ങിയ ടോഗോ ആദ്യം തന്നെ ഓടി ചെന്ന് നിൽക്കുന്നത് സെപ്ലയുടെ അടുത്തേക്കാണ്. സെപ്ല ഇപ്പൊ തലയിൽ കൈ വെച്ചിരിക്കുകയാണ്. നീ എങ്ങനെയാടാ മരഭൂതമേ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റിൽ കാണിക്കുകയാണ് നമ്മുടെ ടോഗോ, അതുപോലെ തന്നെ സെപ്ല, ഇവരെല്ലാവരും ഇപ്പോൾ ആ ഒരു റോഡ് ഹൗസ് ഉണ്ടല്ലോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ഇവരുടെ ആ ഒരു യാത്ര തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഏത് വഴി കൂടിയാണ് ഇപ്പൊ സെപ്ല പോകുന്നതെന്ന് പറഞ്ഞപ്പോ ആ റോഡ് ഹൗസിൽ ഉണ്ടായിരുന്ന ആള് ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്ത്, ആ വഴിയിലൂടെയോ? അതായത് കുറച്ച് വളഞ്ഞു പോവുകയാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്. എന്നാൽ ഇവിടെ തന്നെ വലിയൊരു നദിയുണ്ട്. ആ നദിയുടെ മുകൾ ഭാഗം ഇപ്പോൾ ഈ ഒരു തണുപ്പിൽ ഐസായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിലൂടെ പോവാനാണ് സെപ്ലയുടെ പദ്ധതി. എന്നാൽ അയാൾ പറയണ, നിങ്ങൾ അങ്ങനെ പോകരുത്, ഭയങ്കര ഡേഞ്ചർ ആണെന്ന്. ഇതല്ലാതെ വേഗം അവിടെ എത്താൻ മറ്റൊരു വഴിയില്ലാന്ന് സെപ്ല പറയാണ്. അങ്ങനെ ടോഗോയും ബാക്കിയുള്ള നായ്ക്കളുമായിട്ട് ഇപ്പൊ ആ ഒരു ഡോഗ് സ്ലെഡിൽ കയറിയിരിക്കുകയാണ്. നേരെ ആ ഒരു നദിയുടെ മുന്നിലെത്തി. ഇപ്പൊ ആ ഒരു നായ്കൾക്കൊക്കെ അതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് വല്ലാത്തൊരു ഭയം. അതായത് പട്ടികൾക്ക് അറിയാൻ കഴിയും ഏതാണ് നല്ല വഴി ഏതാണ് മോശം വഴിയെന്ന്. സോ ഇത് ഡേഞ്ചർ ആണെന്ന് ബാക്കിയുള്ള നായ്കൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവറ്റകൾ അതിന്റെ മുകളിലേക്ക് കയറുന്നില്ല. പക്ഷെ നമ്മുടെ സെപ്ല ഉണ്ടല്ലോ, ടോഗോയെ ഒരു വിളിയാണ്.
ഡാ പോടാന്ന് ഒന്നും നോക്കിയില്ല ടോഗോ അതിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ഒരേറ്റ ഓട്ടാണ് കേട്ടോ. അവൻ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിറകാല് തന്നെ എല്ലാ നായ്ക്കളും വരും. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. റോഡ് ഹൗസിലെ ആ ആള് പറഞ്ഞതുപോലെ തന്നെ ഈ നദിയുടെ മുകൾ ഭാഗം ഐസായിട്ട് അത്ര നാളായിട്ടില്ല. ഇതിന് കട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് പോകുന്ന വഴിയിൽ ഐസ് പൊട്ടിയാൽ എല്ലാം കൂടെ ആ ഒരു നദിയിലേക്ക് അങ്ങ് പോകും. വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സെപ്ലിപ്പ് ചെയ്യുന്നത്. ആ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഐസ് പാളികൾ പയ്യെ 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 പൊട്ടാൻ തുടങ്ങുകയാണ്. ഇത് കാണുമ്പോൾ ബാക്കിയുള്ള നായകൾക്ക് അവറ്റകളുടെ ഉള്ളിൽ ആ ഒരു ഭയം വരികയാണ് കേട്ടോ. എന്നാൽ ടോഗോയുടെ ആ ഒരു പേര് വിളിക്കുമ്പോൾ അവനൊന്നും നോക്കുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വഴിയിലൂടെ, അതായത് അവൻ ആ ഒരു വഴി മനസ്സിലാക്കാൻ കഴിയും ഏതാണ് സേഫ്, കൂടെ പോക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ടോഗോ ഡയറക്റ്റ് ഒരു ഭയമില്ലാതെ, ഞാൻ പറഞ്ഞല്ലോ ഇരട്ടച്ചങ്ങനാണ് അവന് അങ്ങനെ പോവുകയാണ്. ഇപ്പൊ ലോങ് ഷോട്ടില് ആ നദിയുടെ മുകൾ ഭാഗം കാണിക്കുകയാണ്. ഒരുപാട് ഐസുകളിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. ഇതെങ്ങാനും പൊട്ടിയാണ്ടല്ലോ നമ്മുടെ സെപ്ലയും ആ നായ്ക്കളും മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് വീണുപോകും. ഇതേ സമയത്തിന് സെപ്ലയുടെ ഗ്രാമത്തിൽ നിന്നും ആ ഒരു മേയർ, ബാക്കിയുള്ള ആൾക്കാര്, ഇവരെല്ലാവരും വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ്. പല വഴികളും നോക്കി അങ്ങനെ ഒരു വഴിയില്ലാണ്ട് ഒരു മുഷറാണ് ഇതുപോലെ ആ ഒരു വാക്സിൻ എടുക്കാനായിട്ട് ആ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഈ കഥ നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1925 ആ ഒരു സമയത്തായിട്ടാണ് കേട്ടോ. ഇന്നത്തെ പോലെ ടെക്നോളജി ഒരുപാടൊന്നും ആയിട്ടില്ല. സോ റേഡിയോയിലൂടെയും അത്യാവശ്യം ലോക്കലായിട്ടുള്ള ന്യൂസ് പേപ്പറിലൂടെയും എല്ലാം വാർത്ത കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ഒരു കാര്യം അറിയാൻ കേട്ടോ. അതായത് 600 കിലോമീറ്റർ ഇത്രയും കഠിനമായ തണുപ്പുള്ള സാഹചര്യത്തിലൂടെ സെപ്ല അദ്ദേഹത്തിന്റെ നായ്ക്കളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രപുരത്തേക്ക് ഏകദേശം എത്ര ദൂരമുണ്ട്? എന്തായാലും ഒരു 10-600 കിലോമീറ്ററിന്റെ അടുത്തൊക്കെ ഉണ്ടാവില്ലേ? അത്രയും ദൂരൊക്കെ തന്നെയാണ് ഈ നായ്ക്കളുമായിട്ട് ഈ മഞ്ഞിലൂടെ നമ്മുടെ സെപ്ല പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു നദി സേഫ് ആയിട്ട് തന്നെ സെപ്ല ക്രോസ് ചെയ്തു. ഭയന്നതുപോലെ ആ ഐസ് പാളികളൊന്നും ബ്രേക്ക് ആയില്ല കേട്ടോ. അതുപോലെ തന്നെ അന്നേ ദിവസം രാത്രിയും ഒരു റോഡ് ഹൗസിൽ ഇപ്പോ സെപ്ലയുടെ നായ്ക്കളും തങ്ങുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ, എല്ലാ നായ്ക്കളെയും നോക്കുകയാണ്. എന്നാൽ ടോഗോയെ നോക്കിയിട്ട് ആ റോഡ് ഹൗസിലെ ആള് പറയാണ്, എടോ നിന്റെ ഈ ഒരു പട്ടിക എന്താടോ ഒരു ക്ഷീണവും ഇല്ലാതെ? ബാക്കിയുള്ള എല്ലാ നായ്ക്കളും ഒരു പരിവായി കിടക്കുകയാണ് അവിടെ. ഇവൻ വല്ലാത്തൊരു ജീവിയാണ് കേട്ടോ. അതായത് ടോഗോയുടെ കണ്ണുകളുടെ ആ ഒരു തീ ഈ മനുഷ്യന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവന്റെ ആ ഒരു എനർജി, ഒരു അഡ്രിനാലിനും അടിച്ചിട്ടാവുന്ന ഇവൻ ഫുൾ ടൈം നടക്കുന്നത്. എന്തായാലും ഇപ്പൊ സെപ്ല ഒരു കാര്യം ആ റോഡ് ഹൗസിലെ ആളോട് പറയണം, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ എന്റെ ഈ ടോഗോയെ 2 തവണ വിൽക്കാൻ നോക്കിയതാണ്. അല്ല 2 തവണയോ 1 തവണ വിൽക്കാൻ നോക്കിയതല്ലേ ഫ്ലാഷ് ബാക്കിൽ നമ്മളെ കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് വീണ്ടും നമ്മളെ കാണിക്കുകയാണ്. അതായത് ടോഗോയുമായിട്ട് സെപ്ലയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അന്നയും കൂടെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നയ്ക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. അപ്പൊ സെപ്ല അന്നയോട് പറയണം, നീ വെറുതെ ഇമോഷണൽ ആവണ്ട. ജീവികളോട് ഇമോഷണൽ ആവാൻ വേണ്ടി എനിക്ക് കഴിയില്ല. ഇത് എന്റെ ഒരു ബിസിനസ് ആണ്. ബിസിനസ് ആയിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുള്ളൂ. പിന്നെ ഈ ടോഗോ വല്ലാത്ത ശല്യാണ്. ഇവനെ എനിക്ക് വെച്ചോണ്ടിരിക്കാനും പറ്റില്ല. എന്തായാലും ഒരു സ്ത്രീക്ക് ഈ ടോഗോയെ വിൽക്കാനായിട്ട് ഇവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അവരുടെ വീട്ടിലെത്തി നോക്കുമ്പോൾ ഇതുപോലെ റയർ ആയിട്ടുള്ള നായ്ക്കളെയൊക്കെ നോക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോ ഈ സെപ്ല ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നന്നായിട്ട് തന്നെ നോക്കണം. കാരണം എസ്കേപ്പ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടാൽ അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനുള്ള ഒരു ടാലന്റ് ഇവനുണ്ട്. സോ നോക്കിക്കോണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സെപ്ലയും അതുപോലെ തന്നെ ഭാര്യയും നമ്മുടെ ടോഗോയെ അവിടെ നിർത്തി പോവാണ്. ഈ സമയത്ത് ടോഗോ എന്നെയും കൂടെ കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു ഇതില് ജനലിലൂടെ നോക്കുകയാണ് കേട്ടോ. സങ്കടം വരും നമുക്ക് അവന്റെ ആ ഒരു നോട്ടവും കളിയൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ ആ ലേഡി നമ്മുടെ സെപ്ലയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, പലതരത്തിലുള്ള ജീവികളും ഇങ്ങോട്ടേക്ക് കയറാൻ നോക്കാറുണ്ട്. എന്നാൽ ഒരുത്തനും ഇങ്ങോട്ട് കയറാറുമില്ല, ഇവിടുന്ന് പോകാറുമില്ല. ആയിക്കോട്ടെ, നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെപ്ലയും ഭാര്യയും പോയത്. എന്തായാലും ഇപ്പൊ സെപ്ലയെ കാണിക്കുകയാണ് വീട്ടിൽ വന്നിട്ട് അവന്റെ ബാക്കിയുള്ള നായ്ക്കളെ ആ ഒരു ഡോഗ് സ്ലഡിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്നയുടെ മുഖാണെങ്കിൽ ഭയങ്കര വാടിയിരിക്കുകയാണ്. ടോഗോയെ കൊണ്ടേ കൊടുത്തതല്ലേ, അവനില്ലാത്തതുകൊണ്ട് തന്നെ. എന്നാൽ നമ്മുടെ സെപ്ല ഇത് വലിയ കാര്യമാക്കുന്നില്ല. 2 ദിവസം ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ തന്നെ ആയിക്കോളും. ഇതേ സമയത്ത് ആ ലേഡിയുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ടോഗോയെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ പൊന്ന് നായ്ക്കുട്ടാ, നീ എന്താ ഇങ്ങനെ തൊല്ല തരുന്നത്? ഒന്ന് അടങ്ങിയിരിക്കടാന്നൊക്കെ പറയുന്ന സമയത്ത് ടോഗോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം എന്നുള്ള കാര്യം മാത്രം നോക്കുന്നത്. അവൻ അവിടെയുള്ള പല ജനലും വന്ന് നോക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു ചില്ലിന്റെ ജനലുണ്ടായിരുന്നു. ഇപ്പൊ അവന്റെ അടുത്തേക്ക് പോയിട്ട് ഒന്നും നോക്കുന്നുണ്ട്. എന്നിട്ട് 2 അടി പിന്നിലേക്ക് വെക്കുകയാണ്. ഇപ്പൊ ആ ഒരു ലേഡി പറയണ, ഡാ കുട്ടാ വേണ്ട വേണ്ട എന്ന് പറയുന്നതിന് മുന്നേ ടോഗോ ഓടി വന്ന് ഒറ്റ ഇടിയാണ് ചില്ലിന്. ജനൽ അങ്ങോട്ട് പൊട്ടി പോകണം. അവൻ ചാടി പുറത്തേക്ക് ഇറങ്ങിയാട്ടോ. ആ സ്ത്രീ ആണെങ്കിൽ വായം വളർന്നങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സെപ്ലയാണെങ്കിൽ അവന്റെ നായ്ക്കളുമായിട്ട് ആ ഒരു ഡോഗ് സ്ലഡിലൂടെ അവറ്റകളെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കണ്ട് സെപ്ല ആകെ ഞെട്ടിപ്പോവാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു കുന്നിന്റെ മേലെ അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മച്ചാൻ ടോഗോ. സെപ്ലയും വായം വളർന്ന് നിൽക്കുകയാണ്. എന്റെ പൊന്നു ശാവിയെ, നീ എന്താണിത്? അതുപോലെ തന്നെ ടോഗോ വന്നിട്ട് ബാക്കിയുള്ള നായ്ക്കളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സമയത്ത് സെപ്ല ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയി പോവാണ്. ഓക്കെ ഞങ്ങളുടെ കൂടെ നിനക്ക് താല്പര്യം ഉണ്ടല്ലേ? ഇപ്പോ ഈ നായ്ക്കൾക്ക് കിട്ടുന്ന ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ടോഗോയുടെ ദേഹത്ത് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. കെട്ടി ഉടനെ ഇവൻ നേരെ എല്ലാ നായ്ക്കളുടെയും മുന്നിൽ പോയി നിൽക്കുകയാണ്. ഡാ മോനെ, നീ തുടങ്ങിയിട്ടേ ഉള്ളൂ, മുന്നിലല്ല, കുറച്ച് ബേക്കിൽ വന്ന് നിൽക്കുന്ന പറഞ്ഞിട്ട് ടോഗോയെ ബേക്കിൽ കയറ്റുകയാണ്. അതായത് ബേക്കത്തെ നിരയിലെ ആ ഒരു നായ്ക്കളുടെ കൂടെ. എന്നിട്ട് ഈ ഒരു ഡോഗ് സ്ലഡ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള നായ്ക്കൾക്ക് നമ്മുടെ ടോഗോയുടെ കൂടെ ഓടി എത്താൻ കഴിയുന്നില്ല. ഇത് എന്തൊരു എനർജി ആയിരുന്നു ഈ ജീവിക്ക്. അതുകൊണ്ട് തന്നെ ടോഗോയെ 2ാമത്തെ റോയിലേക്ക് സെപ്ല മാറ്റി കെട്ടുകയാണ് കേട്ടോ. എന്നിട്ടും അവന്റെ ആ ഒരു എനർജിക്ക് ഒരു കുറവില്ല. ശരിക്കും സെപ്ല അമ്പരന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞു നമ്മുടെ അന്നയെ കാണിക്കുകയാണ്. അന്നയാണെങ്കിൽ ടോഗോ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിപ്രസ് ആയിട്ട് ഒരു വിഷമത്തിലാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്. എന്തോ ഒരു ശബ്ദം കേട്ട് ഇപ്പൊ അന്ന ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സെപ്ലയും നായ്ക്കളുമായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡോഗ് സ്ലഡിന്റെ ഏറ്റവും മുന്നിൽ
പിന്നിലായിട്ട് എല്ലാവരും ഇങ്ങനെ വലിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ആരാ? നമ്മുടെ ടോഗോ. ഇത് കണ്ട സമയത്ത് അന്നയുടെ മുഖത്തുണ്ട് ഒരു സന്തോഷം വരാന്. അതുപോലെ തന്നെ സെപ്ല ഈ നായ്ക്കളൊക്കെ അവിടെ നിർത്തിയിട്ട് അന്നയുടെ അടുത്തേക്ക് കൂട്ടി വന്നിട്ട് പറയാണ്, അന്ന ഇതുപോലെ ഒരു നായി എന്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഇവനൊരു യോദ്ധാവാടി. അതുപോലെ തന്നെ ഇപ്പൊ അന്ന നോക്കുന്ന സമയത്ത് ടോഗോയുടെ ദേഹത്തേക്ക് ആകെ ബ്ലഡ് കാണാണ്. ഇതെന്താ ചോര എന്ന് ചോദിക്കുമ്പോൾ സെപ്ല പറയണ, ഞാൻ പറഞ്ഞല്ലോ ഇവനൊരു വാരിയറാണ്, എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയുന്ന വല്ലാത്തൊരു തീയുണ്ട് ഇവന്റെ ഉള്ളില്. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ സെപ്ല അവന്റെ മുറിയിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അന്ന വരികയാണ്. ഇപ്പൊ മുറിയുടെ പുറത്തായിട്ട് തന്നെ ടോഗോ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അന്ന ആ ഒരു ടോഗോയെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്, എന്നാൽ അവൻ വരുന്നില്ല. ഇപ്പൊ സെപ്ല പറയാണ്, ഞാൻ അവനോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ശരിക്കും സത്യം പറഞ്ഞാല് അവൻ എന്തൊരു റെസ്പെക്റ്റാന്നറിയോ? ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അവനിപ്പോ അനുസരിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അന്നയാണ് ഞെട്ടിപ്പോയത്. ഇത്രയും ദിവസം ഇന്നലെ വരെ ടോഗോയോട് ഭയങ്കര ദേഷ്യമായിരുന്നു, അവനെ കുറിച്ച് പറയുന്നത് തന്നെ കലിപ്പായിരുന്നു. എന്നാൽ ഇപ്പൊ ഈ ഒരു സെപ്ലയ്ക്ക് ടോഗോയെ കുറിച്ച് പറയാൻ 1000 നാവാണ് കേട്ടോ. ഇവിടെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. അടുത്ത ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ അന്നയെ കാണിക്കുകയാണ്. അന്ന ഇപ്പൊ നേരെ മേയറുടെ ഓഫീസിലേക്ക് പോകണം. കാരണം അവർ പുതിയ എന്തോ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. 600 കിലോമീറ്റർ ഒറ്റയടിക്ക് സെപ്ലയ്ക്ക് പോയി ആ ഒരു മരുന്ന് എടുത്തുകൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു ദൂരം ഈ ഒരു സെപ്ലയ്ക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിൽ നിന്നും മരുന്ന് എടുത്തുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ വരുന്ന വഴിയിൽ രണ്ടുപേരും ഒരുമിച്ച് കാണുകയാണെങ്കിൽ ആ ഒരു മരുന്ന് മേടിക്കാലോ. അപ്പൊ ഏതിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പൊ ഈ ഒരു സെപ്ല നായ്ക്കളുമായിട്ട് പോയിട്ടുണ്ടാവുക എന്നൊരു പദ്ധതിയൊക്കെ ഇവരുണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അന്ന വന്നിട്ട് ചൂടാവുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു കാര്യം നേരത്തെ തന്നെ ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, അവിടെ ആ ഒരു നദി നിങ്ങൾ കണ്ടോ? ഉറപ്പാണ്, എനിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ ഒരു നദിയുടെ മുകൾ ഭാഗം ഐസായി മാറിയിട്ടുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുത്താലും ശരി സെപ്ല അദ്ദേഹത്തിന്റെ നായ്ക്കളുമായിട്ട് ഈ നദി ക്രോസ് ചെയ്തിട്ട് നദിയിൽ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ചുറ്റി വളഞ്ഞൊന്നും അദ്ദേഹം പോകാൻ നിൽക്കില്ല. മാത്രമല്ല മരുന്നുമായിട്ട് മറ്റൊരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നില്ലേ, അതുപോലെ സെപ്ല ഇവിടുന്ന് അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. കഠിനമായ കാലാവസ്ഥയിൽ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന ഭയങ്കരമായിട്ട് ഇവരോട് ചൂടാകുവാണ് കേട്ടോ. ഇവർക്ക് ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് തിരിയുന്നില്ല. എന്തായാലും അടുത്ത സീനിൽ സെപ്ലയെ കാണിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ദൂരം ഈ ഒരു നായ്ക്കളുമായിട്ട് സെപ്ല താണ്ടി കഴിഞ്ഞു. പക്ഷേ ഇത്രയും ദൂരം ഇത്രയും മണിക്കൂറുകളായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ക്ഷീണം കൊണ്ട് സെപ്ല നിന്നുകൊണ്ട് തന്നെ ഉറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഉറങ്ങുന്ന സമയത്തും കറക്റ്റ് ആയിട്ടുള്ള ദിശയിലൂടെ സെപ്ലയും ബാക്കിയുള്ള നായ്ക്കളെയും കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ടോഗോ ആണ്, ദ റിയൽ ഹീറോ എന്നൊക്കെ പറയാം. എന്തായാലും ഇവരിങ്ങനെ പോകുന്ന സമയത്ത് സെപ്ലയാണെങ്കിൽ ചെറിയൊരു മയക്കത്തിലാണ്. മറ്റേ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് വാക്സിനുമായിട്ട് വരുന്ന ആള് ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. എന്നാൽ അയാളുടെ നായ്ക്കളാണെങ്കിൽ ഒരു കൂട്ടം മാനുകളെ കണ്ടപ്പോൾ ആ മാനുകളുടെ പിന്നാലെ പോവാണ്. ഇയാൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. പരമാവധി ആ ഒരു നായ്ക്കളെ ഇയാൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് താഴേക്ക് നോക്കുമ്പോൾ ടോഗോയും നമ്മുടെ സെപ്ലയും താഴെ കൂടെ ഒരു ഭാഗത്തൂടെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇയാൾ വേഗം നായ്ക്കളെ വിട്ടിട്ട് വേഗം താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അലറി വിളിച്ച് പറയുന്നുണ്ട്, മരുന്ന് എന്റെ കയ്യിലാണ്, നിങ്ങളൊന്ന് വണ്ടി നിർത്തുന്നു. എന്നാൽ ഒരു നേരിയ ഉറക്കത്തിലായിരുന്നു നമ്മുടെ സെപ്ല ഈ ഒരു കാര്യം കേൾക്കുന്നില്ല. എന്നാൽ മറ്റൊരാളുണ്ടല്ലോ, അയാൾ അത് കേൾക്കുകയാണ്. ആരാണ്? നമ്മുടെ ടോഗോ. അവൻ ആ ഒരു ഡോഗ് സ്ലഡ് നിർത്തുകയാണ്. മാത്രമല്ല ഇയാളിപ്പോ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടുന്ന് നടന്നു വരികയാണ് നമ്മുടെ സെപ്ല. ടോഗോ നിന്നപ്പോ തന്നെ സെപ്ലയ്ക്ക് കാര്യം മനസ്സിലായി എന്തോന്നുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചു വന്നതും ഇയാളെ കാണാൻ കഴിഞ്ഞതും. എന്തായാലും ഏകദേശം ഇപ്പൊ സന്ധ്യാസമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും റോഡ് ഹൗസിൽ ഇന്ന് രാത്രി തങ്ങുകയാണ്. അപ്പോ ഇപ്പൊ ആ ഒരു വാക്സിനുമായിട്ട് വന്ന ആ ഒരു മുഷർ ഉണ്ടല്ലോ, ഇയാള് നമ്മുടെ ടോഗോയെ അങ്ങനെ നോക്കാണ് കേട്ടോ. ഇയാള് ഭയങ്കര അത്ഭുതപ്പെട്ടു പോണ്. ബാക്കിയുള്ള എല്ലാ നായ്ക്കളും ഇതുപോലെ വല്ലാതെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അയാളുടെ നായ്ക്കൾ തന്നെ ഇത്രയും കഠിനമായിട്ടുള്ള ഈ ഒരു കാലാവസ്ഥയിൽ പകുതി വളം ചത്തും പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെപ്ലയുടെ കൂട്ടത്തിലെ ചില നായ്ക്കള് അവറ്റൊക്കെ അവശരായിട്ടുണ്ട് കേട്ടോ. ടോഗോ എന്നാലും ഇപ്പോഴും നല്ല എനർജറ്റിക് ആയി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു മുഷർ നമ്മുടെ സെപ്ലയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഇവൻ ഇപ്പൊ നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ ഇവനെ കൊണ്ട് ഓവർ ഇനി പണി എടുപ്പിക്കാത്തതാണ് നല്ലത്. കാരണം ഒരു ലിമിറ്റല്ലേ ഒരു നായ്ക്ക്. അതുകൊണ്ട് തിരിച്ചു പോകുന്ന ആ ഒരു യാത്രയിൽ നിങ്ങൾ ഈ ടോഗോയെ കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവൻ മരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ടോഗോയെ നിങ്ങൾ ഇവിടെ നിർത്തിക്കോ, ബാക്കിയുള്ള നായ്ക്കളുമായിട്ട് തിരിച്ചു പോയിക്കോ. ഞാൻ എന്തായാലും ടോഗോയെ നന്നായിട്ട് നോക്കിക്കൊള്ളാന്ന് ആ ഒരു മുഷർ പറയാണ്. ഈ മുഷറിന്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശം ഇല്ലായിരുന്നു കേട്ടോ. ടോഗോയുടെ അവസ്ഥ കണ്ട് അവന്റെ ആ ഒരു ഏജും കണ്ടിട്ടാണ് അവൻ ഇങ്ങനെ ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞത്. തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നതും അത് ഇത്തിരി കഠിനമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സെപ്ലയ്ക്ക് എന്തെന്നറിയില്ല ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എന്റെ നായ ഇവിടെ നിർത്താനോ, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ്. പെട്ടെന്ന് തന്നെ സെപ്ല ഒന്ന് കൂളാവുന്നുണ്ട്. എന്നിട്ട് സെപ്ല അയാളോട് പറയണം, ഓക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇവനില്ലാതെ ട്രാവൽ ചെയ്യാൻ കഴിയില്ല. ഉറപ്പാണ്, ഇവനില്ലെങ്കിൽ എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല. എന്തായാലും രാവിലെയായി. സെപ്ല പറഞ്ഞതുപോലെ തന്നെ ടോഗോ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ അയാൾ കൊണ്ടുവന്ന ആ ഒരു വാക്സിനും കാര്യങ്ങളൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് യാത്ര തുടങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ടോഗോയുമായിട്ട് സെപ്ല പോകുന്ന ആ ഒരു ഡയറക്ഷൻ കണ്ടപ്പോൾ ഈ റോഡ് ഹൗസിലെ ആള് തന്നെ ഭയപ്പെട്ടു പോവാണ്. കാരണം എന്താ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു നദിയുടെ മുകളിലൂടെയാണ് ഇവർ വന്നത്. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, അതൊക്കെ എന്ന് കരുതി എന്നും ഇതുപോലെ ആ ഒരു ലക്കി ഉണ്ടാവുമോ? അയാൾ പിന്നെയും തിരിച്ചു പോകാൻ പോകുന്നത് അതേ നദിയുടെ മുകളിൽ കൂടി തന്നെയാണ്. ഒരാളും ഇത്രയുള്ള ഒരു റിസ്ക് എടുക്കില്ല. നമ്മുടെ സെപ്ല ആ ഒരു റിസ്ക് എടുക്കുകയാണ്. ഒരാളിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം. അത് നമ്മുടെ ടോഗോയിലുള്ള വിശ്വാസമാണ്. അങ്ങനെ ആ ഒരു നദിയുടെ മുകളിലേക്ക് ടോഗോയുമായിട്ട് സെപ്ല എത്തുകയാണ് കേട്ടോ. എല്ലാ നായ്ക്കൾക്കും നല്ല ഭയമുണ്ട്. എന്നാൽ സെപ്ല എന്താണോ പറയുന്നത് അത് അതുപോലെ ടോഗോ അനുസരിക്കും. നേരെ കയറുകയാണ് ആ നദിയുടെ മുകളിലേക്ക്. എല്ലാവരും വഹിച്ചുകൊണ്ട് അത്രയും എനർജിയിൽ ടോഗോ മുന്നോട്ടേക്ക് തന്നെ അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെച്ച് വീണ്ടും നമ്മളെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇവരുടെ നാട്ടിലെ മുഷേഴ്സിന്റെ ആ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതുപോലെ ഒരു റൈഡ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ റൈഡിൽ ബെറ്റ് വെക്കാനായിട്ട്
ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ അയാളോട് ബാക്കിയുള്ള ആൾ പറയാണ്, എല്ലാ പ്രാവശ്യവും നീ ഇങ്ങനെ ബെറ്റ് വെക്കും, എന്നിട്ട് തോക്കുകയും ചെയ്യും, ഒരു ഭാഗത്ത് പോയിട്ട് ഇത് മോങ്ങും ചെയ്യും. ഇത്തവണയും മോങ്ങാനായിട്ട് കുട്ടികളെ പോലെ കരയാനായിട്ട് തയ്യാറായി നിന്നോ. എന്തായാലും സ്കോട്ടിയുടെ ടീമേ ജയിക്കാൻ പോകുന്നുള്ളൂ. എന്നാൽ ഇയാളതൊന്നും നോക്കാതെ നമ്മുടെ സെപ്ലയുടെ പേരിലാണ് ബെറ്റ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ റൈഡിങ് ആരംഭിച്ചു. ഇതേ സമയത്തിന് സെപ്ല നമ്മുടെ ടോഗോയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ടോഗോയോട് സെപ്ല പറയണ, ഡാ അവിടെ ഒരുത്തനുണ്ട്, ഭയങ്കര അഹങ്കാര, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ളവനാണെന്ന്, കാണിച്ചു കൊടുക്കടാ നീ ആരാണെന്ന്. എല്ലാവരും നോക്കി നിൽക്കുക. ആ ഒരു റൈഡിൽ ഏറ്റവും ടോപ്പിലേക്ക് ഏറ്റവും മുന്നിലേക്ക് ടോഗോയുമായിട്ട് സെപ്ല വരികയാണ് കേട്ടോ. ആരും ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം സ്കോട്ടിയാണ് എല്ലാ പ്രാവശ്യവും ഒന്നാമത് എത്താറ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സെപ്ലയുടെ കൂട്ടുകാരുണ്ടല്ലോ, അറമാദിച്ച് ചിരിക്കുകയാണ്. അവനെ കളിയാക്കിയവരെ നോക്കിയിട്ട് പറയാണ്, ആടാ കരയടാ, പോയി മൂലക്കിരുന്ന് കരയടാ, ദാ കണ്ടോ എന്റെ കൂട്ടുകാരൻ സെപ്ല, അവന്റെ മുന്നിൽ നിൽക്കുന്നത് ടോഗോയടാ, അവനെ കണ്ടിട്ടാടാ ഞാൻ ബെറ്റ് വെച്ചത്. ഭയങ്കര ആഹ്ലാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഹ്ലാദം. അതുപോലെ തന്നെ സെപ്ല ഈ ഒരു റൈഡിൽ ജയിച്ചത് കൊണ്ട് തന്നെ ഒരു 5000 മുകളിൽ ഒരു $1 സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ക്യാഷുമായിട്ട് അനിയുടെ അടുത്തേക്ക് നമ്മുടെ സെപ്ല എത്തുകയാണ് കേട്ടോ. ആ ഒരു കാശ് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയണം, ഇത് നമ്മുടെ ടോഗോ ഉള്ളത് കൊണ്ട് മാത്രം കിട്ടിയതാണ്. ശരിക്കും അന്നെ എങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് ഇവന്റെ ഉള്ളിൽ ഒരു തീ ഉണ്ട് എന്ന്? എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. നീ ഇവനെ കൂടെ നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഇവൻ ഇപ്പൊ എന്റെ കൂടെ നിലവിലുള്ളത്. നീ ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു വൈഫ് തന്നെയാണ് കേട്ടോ എന്നൊക്കെ ഈ അന്നയെ നോക്കിയിട്ട് സെപ്ല പറയണം. അവളാകെ പൊലിവായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് നദിയുടെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടോഗോ അതുപോലെ തന്നെ സെപ്ല കാര്യങ്ങൾ കുറച്ച് വഷളായിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നദിയുടെ മുകൾ ഭാഗത്തെ പല ഐസ് പാളികളും പൊട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ അതങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ വളരെയധികം മോശമാണ്, എക്സ്ട്രീംലി ഡേഞ്ചർ ആണ്. ഇപ്പൊ ഓരോ ഐസ് പാളികളും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മുകളിലൂടെയൊക്കെ ഭയങ്കര സാഹസികമായിട്ട് ടോഗോ ബാക്കിയുള്ള നായ്ക്കളെ വഴി കാണിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു നദിയുടെ മുകൾ ഭാഗം എന്ന് പറയാം. ഇപ്പൊ ആ ഒരു സീന് നമ്മളെ കാണിക്കുന്നുണ്ട്. ഭയങ്കര വിഷ്വലി ഭയങ്കര രസമാണ് കാണാൻ. പക്ഷെ ആ ഒരു രസം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഭയാനകത എത്രത്തോളാണെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ശക്തിയായിട്ട് വെള്ളം അങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിലൂടെയാണ് ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഐസിന്റെ മുകളിലൂടെ ടോഗോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ഇവർ ആ ഒരു കരയോട് അടുത്തെത്താനായിട്ടുണ്ട്. എന്നാൽ ഇവർ നിൽക്കുന്ന ആ ഒരു ഐസ് പാളി ഉണ്ടല്ലോ, അതങ്ങോട്ട് പൊട്ടുകയാണ്. ഇത് വെള്ളത്തിലായിട്ട് അതങ്ങനെ നിൽക്കുകയാണ്. അതായത് കരയിലേക്ക് എത്താനും പറ്റുന്നില്ല, ഇവിടെ നിന്ന് ചെയ്യാനും പറ്റുന്നില്ല. എന്താ ചെയ്യുക എന്നിങ്ങനെ സെപ്ല ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടുകയാണ്. അവരിപ്പം നിൽക്കുന്ന ആ ഒരു ഐസ് പാളി ഉണ്ടല്ലോ, അതിലേക്ക് നല്ല ശക്തിയായിട്ട് തന്നെ ഒരു കമ്പി അടിച്ച് കയറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ ഈ ഒരു ഡോഗ് സ്ലഡിനെ ശക്തമായിട്ട് കെട്ടിവെക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഡോഗ് ഉണ്ടല്ലോ, അവനെ എടുത്തിട്ട് സെപ്ല പറയണം, കേട്ടാ എന്നോട് ക്ഷമിക്കണേ, നന്നായിട്ട് എന്നെ ചാടണേന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഐസ് പാളിയുടെ മുകളിൽ നിന്നും കരയിലേക്ക് ഒരൊറ്റ എറിയാണ് കേട്ടോ. അവന്റെ ദേഹത്ത് ഇപ്പൊ ഒരു ചരടുണ്ട്. ഇനി അവൻ വേണം ഈ ഒരു ഐസ് പാളിയെ കരയിലേക്ക് അടുപ്പിക്കാനായിട്ട്. കാരണം ആ ഒരു ഡോഗ് സ്ലഡ് ഒരു കമ്പി അടിച്ച് അതിൽ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. ഇനി നമ്മുടെ ടോഗോ വലിക്കുമ്പോൾ പയ്യെ ഈ ഒരു ഐസ് അടുത്തേക്ക് വരും. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ഐസ് പാളി, ഇത്രയും നായ്ക്കൾ, അതിന്റെ മുകളിൽ നമ്മുടെ സെപ്ല, ഇത്രയും ആൾക്കാർ ഒറ്റയ്ക്ക് വേണം നമ്മുടെ ടോഗോ വലിക്കാനായിട്ട്. അവനെ കൊണ്ട് മാക്സിമം നോക്കുന്നുണ്ട്, ഒരു പരിധി വരെ അവനെ കൊണ്ട് പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സെപ്ല പറയുന്നുണ്ട്, ആഞ്ഞു വലിക്കടാ അങ്ങനെ വലിച്ച് ഏകദേശം ആ ഒരു ഐസ് പാളി കരയോട് അടുത്തെത്താനാവുമ്പോ സെപ്ല ആ ഒരു കമ്പിയിൽ കയറ് കെട്ടി വെച്ചിട്ടില്ലേ, ആ കയറ് വെട്ടിയിട്ട് നായ്ക്കളോട് കുതിക്കാൻ വേണ്ടി പറയാണ്. നായ്ക്കളെല്ലാം കൂടെ ഒരുമിച്ച് കുതിക്കുകയാണ്. എല്ലാം കൂടെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നമ്മുടെ സെപ്ല ആ ഒരു ഐസ് പാളിയിൽ തന്നെയാണ്. ഇപ്പൊ സെപ്ലയെ മോടി വന്നിട്ട് ഐസ് പാളിയിൽ നിന്നും കരയിലേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. ഇതാണ്ടാ നമ്മുടെ ടോഗോ. അവൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് ഇതുപോലെ ഒരു രക്ഷപ്പെടൽ ഒരിക്കലും സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു യാത്രയിലെ റിയൽ ഹീറോ അത് മനുഷ്യനല്ല, അതൊരു നായായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ടോഗോയെ ബാക്കിയുള്ള നായ്ക്കൾ എങ്ങനെ നോക്കി നിൽക്കണം. ഡാ പുല്ലേ, ഒന്ന് വൈകിയായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ വെള്ളത്തിൽ കിടന്നില്ല എന്ന രീതിയിൽ. എന്തായാലും ഇതിനുശേഷം മറ്റൊരു റോഡ് ഹൗസിൽ കാണിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ ടോഗോവിനെ അവരുടെ മടിയിലേക്ക് ഇരുത്തിയിട്ട് അവരിങ്ങനെ കരയാണ് കേട്ടോ. ഇതെന്തിനെങ്ങനെ കരയുന്നതെന്ന് സെപ്ല ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയാണ്, പാവം ഈ ഒരു നായ പതിയെ ഇത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് ഇതൊന്നും നമ്മുടെ സെപ്ലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, ഒരിക്കലും അവൻ മരണപ്പെടാൻ പോകുന്നില്ല. അവനൊരു വാരിയറാണ്, ഒരു യോദ്ധാവാണ്, ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. അതായത് ടോഗോയുടെ കാര്യത്തിൽ സെപ്ലയ്ക്ക് അത്രയും വിശ്വാസമാണ് കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് തന്നെ ഈ സെപ്ലയുടെ ഭാര്യയായിട്ടുള്ള അന്യാണെങ്കിൽ ഹസ്ബൻഡിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അയാളുടെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഗണ്ണറിനെ വിളിച്ച് ഇതുപോലെ കുറച്ച് നായ്ക്കളെയും എല്ലാം ഏൽപ്പിച്ചിട്ട് എവിടെ വരെ പോകാൻ പറ്റുമോ ആ പോകുന്ന എത്രത്തോളം പോകുക, എന്നിട്ട് സെപ്ലയെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യിൽ നിന്ന് മരുന്നും മേടിച്ചുകൊണ്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയാം. അദ്ദേഹം സാവധാനം വന്നാൽ മതി എന്ന് പറയാണ്. കാരണം ആ ഒരു നായ, അതായത് ടോഗോയും സെപ്ലയും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അന്നയ്ക്ക്. ഇതേ സമയത്ത് ആ ഒരു റോഡ് ഹൗസിൽ നിന്നും പുറത്തേക്ക് സെപ്ല ഇറങ്ങിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ നായ്ക്കളും കൂട്ടത്തിൽ ടോഗോയും ഉണ്ട്. അപ്പൊ അവർ പോകാൻ നിൽക്കുമ്പോൾ ആ റോഡ് ഹൗസിൽ ഒരാൾ വന്നിട്ട് സെപ്ലയെ വിളിച്ചുകൊണ്ടിട്ട് ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇന്നലെ അവർ ക്രോസ് ചെയ്ത് വന്ന ആ ഒരു നദി ഭ്രാന്ത് പിടിച്ചതുപോലെ ആ ഒരു വെള്ളം അങ്ങോട്ട് ഇളകി മറിയാണ് കേട്ടോ. ഇതിന് മുകളിലൂടെയാണ് ഇന്നലെ ഇവരെല്ലാവരെയും നമ്മുടെ ടോഗോ കൊണ്ടുവന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ വെള്ളം ഒന്ന് നോക്കിയേ. ഒരു ദിവസമെങ്ങാനും വൈകിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഈ ഒരു വരവ് നടക്കില്ലായിരുന്നു. എന്തായാലും പിന്നീട് യാത്ര തുടങ്ങുന്നതിന് മുന്നേ ടോഗോ നല്ല ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയ സെപ്ല അവനെ മുന്നിൽ കെട്ടാതെ അവന്റെ ചെയറിൽ കൊണ്ടുവന്നിരുത്തുകയാണ്. ഒരു 3-4 തവണ അങ്ങനെ ചെയ്തു നോക്കി. അവിടെ ഈ ചെറുക്കം കേൾക്കണ്ടേ, മുന്നിൽ തന്നെ പോയി നിൽക്കണം. സെപ്ലയ്ക്ക് മനസ്സിലായി ഇവൻ അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന്. എന്തായാലും പിന്നീട് മുന്നിൽ തന്നെ അവനെ കെട്ടി ആ റോഡ് ഹൗസിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് സെപ്ല ഇവിടുന്ന് ഇപ്പോൾ യാത്ര തിരിക്കുകയാണ്. ഒരുപാട് ദൂരം പിന്നെ
പിന്നെയും മുന്നോട്ടേക്ക് പോയി. ശക്തമായ തണുപ്പ് അത് കൂടിക്കൂടി വരികയാണ്. ഒരു ഘട്ടത്തിൽ സെപ്ല ഇപ്പോൾ ടോഗോയെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് വയ്യടാ, തീരെ വയ്യ, തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. മുന്നോട്ടേക്കുള്ള ഈ യാത്രയിൽ എനിക്കൊന്നും കാണാനും കഴിയുന്നില്ല. നീ തന്നെ ഇനി എന്നെ കൊണ്ടുപോകണം, നമ്മളെ കൊണ്ടുപോകണം എന്ന് പറയാണ്. അങ്ങനെ സകലമായ വിശ്വാസവും ടോഗോയുടെ ഏൽപ്പിച്ചിട്ട് സെപ്ല ആ ഒരു വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. വീട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഒന്നും കാണാൻ കഴിയുന്നില്ല. പ്രകൃതിയുടെ ഈ ഒരു ആട്ടത്തെ എന്താ പറയാ, മനുഷ്യന് ഒറ്റയ്ക്ക് നേരിടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ചില ജീവികൾ ഇതിനെ നിസാരമായിട്ട് മറികടക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ടോഗോ. ഈ സെപ്ലയാണെങ്കിൽ എന്താ പറയാ, തീരെ വയ്യാതെ ചുരുണ്ടുകൂടി മുന്നിൽ എന്താണ് എന്ന് പോലും അറിയാതെ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. ടോഗോയാണ് വഴി നിയന്ത്രിക്കുന്നതും ബാക്കിയുള്ള നായ്ക്കളെ കൊണ്ടുപോകുന്നതും ആ ഒരു വാഹനത്തെ തന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ സെപ്ല നോക്കുമ്പോൾ ടോഗോ മുന്നോട്ടേക്ക് പോകുന്നില്ല. ആ ഒരു തണുപ്പ് കാരണം അവൻ തളർന്നു പോയിട്ടുണ്ട്. അവൻ മുന്നിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സെപ്ല വന്നിട്ട് പറയണ, ടോഗോ നീ തളരല്ലടാ, ആകെയുള്ള വിശ്വാസം അത് നിന്നിലാണ്. ഇങ്ങനെ ഈ ഒരു കിടത്തം നമ്മൾ ഇവിടെ കിടക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഐസായിട്ട് മരണപ്പെട്ടു പോകും. ദയവ് ചെയ്ത് എഴുന്നേൽക്കടാ, വാടാ. ഈ സമയത്തുണ്ട് ഒരു വെളിച്ചം കാണുന്നു. നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സെപ്ലയെ കൂട്ടാൻ വേണ്ടി വന്ന ആ ഒരു ഗണ്ണറായിരുന്നു. അപ്പൊ സെപ്ല പറയണ, ഗണ്ണർ എത്രയും പെട്ടെന്ന് ഈ ഒരു മരുന്നുമായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയാണ്. ഇതേ സമയത്ത് ഗണ്ണർ പറയണ, എങ്ങോട്ടേക്ക് പോകാൻ, നിങ്ങൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ സെപ്ല ആകെ ഞെട്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഇവർ ഓൾറെഡി ആ റോഡ് ഹൗസിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് നമ്മുടെ ടോഗോ വെറുതെ ഒന്നുമല്ല അവൻ വന്ന് കിടന്നത്. അവന്റെ അവസാനത്തെ ആ ഒരു എനർജി വരെ മാക്സിമം പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. സ്ഥലം എത്തിയപ്പോ അത് എത്തിയെന്ന് പറയാനുള്ള എനർജി വരെ അവൻ ഇല്ലായിരുന്നു. അവൻ കിടന്നുപോയി. പക്ഷെ ഇവിടെ എത്തുന്നത് വരെ അവൻ പിടിച്ചു നിന്നു കേട്ടോ. എന്തായാലും വേഗം തന്നെ ടോഗോയും സെപ്ലയും എല്ലാവരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു റോഡ് ഹൗസിലേക്ക് കയറ്റിയാണ്. ഇനി അധിക ദൂരമൊന്നുമില്ല ഇവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ട്. അതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മെഡിസിൻ മേടിക്കാൻ വന്ന ഗണ്ണർ ഇപ്പൊ നമ്മുടെ ടോഗോയെ നോക്കിയിട്ട് പറയാണ്, കൈ അടിക്കാതെ വയ്യ, ഈ നായ അതൊരു അപാരം തന്നെയാണ്. അതുപോലെ തന്നെ ടോഗോയുടെ കാലിനൊക്കെ നല്ല പരുക്കുണ്ടായിരുന്നു. അതിൽ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു മരുന്നുമായിട്ട് ഗണ്ണറും അവന്റെ നായ്ക്കളും എവിടെ നിന്ന് പോവാണ്. നല്ല രീതിയിൽ വിശ്രമിച്ചിട്ട് പിന്നീട് പതിയെ പോകാമെന്ന് ടോഗോയും അതുപോലെ തന്നെ സെപ്ലയും തീരുമാനിച്ചു കേട്ടോ. അതുപോലെ തന്നെ ടോഗോ രാത്രിയായപ്പോൾ സെപ്ലയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. കാലൊടിഞ്ഞിട്ടും സെപ്ലയുടെ കൂടെ തന്നെ നിൽക്കാനാണ് അവനിഷ്ടം. ഇതേ സമയത്തിന് ആ ഒരു ഗണ്ണറാണെങ്കിൽ മെഡിസിനുമായിട്ട് മേരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയ പാട് തന്നെ ഒരു റിപ്പോർട്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഗണ്ണറോട് അവന്റെ പേരും അതുപോലെ തന്നെ അവൻ കൊണ്ടുവന്ന ആ ഒരു നായ്ക്കളുടെ പേരും നോട്ട് ചെയ്തിട്ട് പോവാണ്. പക്ഷെ നമ്മുടെ സെപ്ലയുടെ പേരോ അതുപോലെ തന്നെ ടോഗോയുടെ പേരോ ഇതിൽ വന്നില്ല കേട്ടോ. അതൊരു ഇച്ചിരി വിഷമമുള്ള കാര്യമായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നല്ല ഉഷാറായ സമയത്ത് ടോഗോയെ കൊണ്ട് ആ ഒരു ഡോഗ് സ്ലെഡ് അത് വലിപ്പിക്കാതെ ടോഗോയും സ്ലെപ്പും കൂടെ പയ്യെ നടന്നു പോവാണ് ഇപ്പോൾ. അങ്ങനെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ടോഗോയും കൂട്ടി സെപ്ല വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഭാര്യയായിട്ടുള്ള അന്നെ കാണാണ്. ജീവനോട് തിരിച്ചെത്തിയല്ലോ. അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അതുപോലെ ടോഗോയെ കൊണ്ടുപോയിട്ട് സെപ്ല ഉണ്ടല്ലോ അവരുടെ ബെഡിൽ കിടക്കുകയാണ്. അന്നെ ചോദിക്കുകയാണ്, ഇത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. എന്താണെന്നറിയില്ല, സെപ്ലയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം പോലെ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സെപ്ലയും ടോഗോയും കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു രോഗത്തിൽ നിന്നും അതിജീവിച്ച ആ ഒരു കുഞ്ഞുണ്ടല്ലോ, അവൾ വന്നിട്ട് ടോഗോയുടെ അടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. കുറെ നേരം അതിനെ തലോടി. എന്നിട്ട് നമ്മുടെ സെപ്ലയെ നോക്കിയിട്ട് പറയാണ്, ഈ ഒരു പട്ടി മരിക്കാനായോ, ഇതെന്തെങ്ങനെ കിടക്കുന്നത്. ഇത് കേട്ടപ്പോണ്ടല്ലോ സെപ്ലക്ക് ഒരു കലിയങ്ങ് കയറാണ്ട്. അതായത് ടോഗയെ നോക്കിയിട്ട് അവൻ മരിക്കാനായോ എന്ന് ചോദിക്കുക. ദേഷ്യം കൊണ്ട് സെപ്ല പുറത്തേക്ക് ഒറ്റ വരുത്ത് വരികയാണ്. ഇപ്പൊ അന്നെ പോയിട്ട് സെപ്ലയെ വിളിക്കുന്നുണ്ട്, നിൽക്ക്, അതൊരു ചെറിയ കുട്ടിയല്ലേ. അവൾ അറിയാതെ പറഞ്ഞതാണ്. ഇപ്പൊ സങ്കടത്തിൽ സെപ്ല പറയാണ്, അവള് പറഞ്ഞത് സത്യമാണ്, അവൻ മരിക്കാൻ പോവോടെ, അവന് പ്രായമായില്ലേ, അവന്റെ ആരോഗ്യം നീ ഒന്ന് നോക്കിയേ. അന്ന് ആ ഒരു യാത്രക്ക് പോകുന്ന സമയത്ത് തന്നെ നീ എന്നോട് പറഞ്ഞാണ് ടോഗോയെ കൊണ്ടുപോണ്ട, അവന് വയ്യാതാവുന്നുണ്ട് എന്ന്. അത് കേട്ടാ മതിയായിരുന്നു. അവൻ മരണപ്പെടാൻ പോകുന്നത് ഞാൻ കാരണമാണല്ലോ. സോ ഇത് പറഞ്ഞുകൊണ്ട് സെപ്ല ഒരുപാട് കരയാണ്. പിറ്റേ ദിവസം രാവിലെയായി. സെപ്ല ജോലിക്ക് പോകാൻ നേരത്ത് ടോഗോയെ കൂടെ കൊണ്ടുപോകുന്നില്ല. അവൻ ഓൾറെഡി വയ്യല്ലോ. എന്തായാലും സെപ്ല പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ടോഗോയ്ക്ക് എന്തോ അവൻ അതിന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം, ആ ഒരു ഉദ്ദേശം മാത്രമാണ്. ഒരുമാതിരി ഒരു കളിയൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് ടോഗോ കളിക്കാൻ കേട്ടോ. അതായത് സെപ്ലയുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്തണം. വല്ലാത്ത രീതിയിൽ ദയനീയമായിട്ട് ഇത് കരയുന്നുണ്ട്. അവസാനം ഡോറ് തുറന്ന് അത് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അതിന്റെ കാലിന് വയ്യ. എന്നിട്ട് വേച്ചാണ് ടോഗോ ഇങ്ങനെ ഓടുന്നത്. അന്നയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്. അവസാനം നമ്മുടെ ടോഗോ സെപ്ലയെ കാണുകയാണ്. സന്തോഷം കൊണ്ട് കാലിന്റെ ആ ഒരു വേദനയൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ പാഞ്ഞു വരികയാണ് കേട്ടോ. പാഞ്ഞു വരുന്ന ഈ ഒരു ടോഗോയെ കാണുന്ന സമയത്ത് സെപ്ലയ്ക്ക് അവൻ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് അവനരികിലേക്ക് ശല്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ടോഗോ ആയിട്ട് തോന്നുകയാണ്. അത്രയും എനർജിയുള്ള ഒരു ടോഗോ ആയിട്ട്. എന്തായാലും ഇവിടെ സീൻ കട്ടായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സെപ്ലയെ കാണിക്കുകയാണ്. സെപ്ല ഒരു കാര്യം അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഭാര്യയോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, ജീവികളോട് നമ്മൾ വല്ലാതെ ഇമോഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. അവർ നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. വ്യവസായത്തിനോ ബാക്കിയുള്ള ജോലികൾക്കോ ആയിട്ട് അവരെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ അവരോട് ഒരു അറ്റാച്ച്മെന്റ് വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവരുണ്ടല്ലോ ടോഗോ, അവരെന്നെ മാറ്റിക്കളഞ്ഞു. അവൻ എന്റെ കൂടെ നടന്നതും അതുപോലെ തന്നെ എന്റെ ഡോഗ് സ്ലെഡ് വലിച്ചതും എല്ലാം അവന് ആഗ്രഹമായിരുന്നു. എന്റെ കൂടെ നടക്കാനായിട്ട്, എന്നോട് ചേർന്ന് നിൽക്കാനായിട്ട് അവൻ എപ്പോഴും ആഗ്രഹമായിരുന്നു. എന്നാൽ അവന്റെ ആ ഒരു ഇഷ്ടത്തിനെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ഞാൻ വൈകി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവനിപ്പോ ടോഗോ നമ്മുടെ ഫാമിലിയിലെ ഒരാളാണ്. അതായത് ഇവരുടെ കൂടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ ടോഗോ. അവൻ മരണപ്പെട്ടു പോയിട്ടൊന്നുമില്ല. എന്നാൽ ഇതും കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. ഇപ്പൊ സെപ്ല അവന്റെ നായ്ക്കളുമായിട്ട് ആ ഒരു ഡോഗ് സ്ലെഡ് അങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മുടെ ടോഗോ ഇപ്പൊ ഇല്ല. കാരണം എന്താ വെച്ചാല് അവൻ മരിച്ചു കഴിഞ്ഞു. ഒരു നായയുടെ ഒരു ആയുർക്കാല ദൈർഘ്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10-12 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അത് ജനിച്ച് ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ
ഒരു നായ എന്തായാലും ചത്തുപോകും. എന്തായാലും ടോഗോ ഇപ്പൊ അവരുടെ കൂട്ടത്തിലില്ല. സെപ്ല ഇപ്പോ അവന്റെ നായ്ക്കളുമായിട്ട് ആ ഒരു മഞ്ഞിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ദൂരെ നിന്നും ഒരു മലയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ഒരു പാറയുടെ പുറത്ത് ഇരുന്നുകൊണ്ട് ടോഗോ നമ്മുടെ സെപ്ലെ അങ്ങനെ നോക്കാണ് കേട്ടോ. ചിലപ്പോ ഇത് അവന്റെ ആത്മാവായിരിക്കണം. നമ്മുടെ സെപ്ലെ ഒരിക്കലും വിട്ടുപോകാനായിട്ട് ആ ഒരു പട്ടിക്ക് കഴിയില്ല. അവന്റെ ആ ഒരു സ്നേഹം അത്രയും പ്യൂറാണ് കേട്ടോ. ഇതുപോലെ ഒരു ജീവി ലോകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടാവുന്ന സംശയമാണ് കേട്ടോ. ഇത്രയും ധൈര്യം, ഇത്രയും എനർജി, ശരീരം എന്താണോ അത് കാണിക്കുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി എനർജിയാണ് ആ ഒരു ജീവി കാണിച്ചത്. റിയലി അമേസിങ്. അവസാനത്തെ ആ ഒരു നിമിഷമൊക്കെ ആകുമ്പോൾ നമ്മുടെ കണ്ണിന്ന് അറിയാതെ വെള്ളം വന്നു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഒരു റിയൽ സ്റ്റോറിയാണ്. 1925 ഇതുപോലൊരു പ്രശ്നം വന്ന സമയത്ത് ആ മരുന്നെടുക്കാനായിട്ട് 20 ടീം പോയി. 20ൽ 19 ആൾക്കാരും വെറും 25, 30, 35 കിലോമീറ്റർ, ഇതിൽ കൂടുതൽ പോയിട്ടില്ല. എന്ന ഒരു ടീം മാത്രം ഈ പറഞ്ഞ ദൂരം ഏകദേശം 100-300 കിലോമീറ്ററിന്റെ മേലെ ട്രാവൽ ചെയ്തു പോയി. ആ ടീമിൽ ഉണ്ടായിരുന്നത് നമ്മുടെ സെപ്ലയും അതുപോലെ തന്നെ ടോഗോ ആയിരുന്നു. യെസ്, ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി തന്നെയാണ്. എന്നാൽ അന്നത്തെ വാർത്തകളിൽ ഇവരുടെ രണ്ടുപേരുടെയും പേര് വന്നിട്ടില്ല. എന്നാൽ 2011 ഇത് റിയലൈസ് ചെയ്ത് ഈ ഒരു വാർത്ത വല്ലാതെ കണ്ട് സ്പ്രെഡ് ആവാണ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഹീറോയിക് ആയിട്ടുള്ള ആനിമൽ അത് നമ്മുടെ ടോഗോ ആണെന്ന് വാർത്തയിലൊക്കെ വരാനും തുടങ്ങി. സോ പിന്നീട് അവസാനം ഇതൊരു സിനിമയായിട്ട് മാറി. ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. പറ്റിയെങ്കിൽ നിങ്ങളിതൊന്നും കാണണം കേട്ടോ.